ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. റോമലേഖനം 11-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം, സ്വഭാവത്താൽ കാട്ടുമരമായതിൽ നിന്ന് നിന്നെ മുറിച്ചെടുത്ത് സ്വഭാവത്തിന് വിരോധമായി നല്ല ഒലിവുമരത്തിൽ ഒട്ടിച്ചു എങ്കിൽ സ്വാഭാവിക കൊമ്പുകളായവരെ സ്വന്തമായ ഒലിവുമരത്തിൽ എത്ര അധികമായി ഒട്ടിക്കും. റോമാസഭയോട് ലേഖനം കൈമാറുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുകയാണ്, സ്വഭാവത്താൽ കാട്ടുമരമായതിൽ നിന്ന് നിന്നെ മുറിച്ചെടുത്ത്. അപ്പോൾ കാട്ടുമരമായിരുന്ന നമ്മെ, സ്വഭാവത്തിനകത്ത് പ്രയോജനമില്ലാതിരുന്ന നമ്മെ, അടുത്ത് പറയുന്നത് സ്വഭാവത്തിന് വിരോധമായി നല്ല ഒലിവുമരത്തിൽ ഒട്ടിച്ചുവെങ്കിൽ. അപ്പോൾ നമ്മുടെ സ്വഭാവത്തിന് വിപരീതമായ നല്ല ഒലിവുമരത്തിൽ കൊണ്ട് നമ്മളെ ഒട്ടിച്ചെങ്കിൽ, അതിൻ്റെ അർത്ഥം കൊള്ളരുതാത്തവരായിരുന്ന നമ്മെ. അതാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിനകത്ത് 15-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. തിരഞ്ഞെടുത്ത് എന്തിനാണ്? കാട്ടുമരമായിരുന്ന നമ്മെ വെട്ടിയെടുത്ത് നാട്ടൊലിവോട് ചേർത്തൊട്ടിച്ച് എന്തിനാണ്? തിരഞ്ഞെടുത്ത് എന്തിനാണ്? ഫലം കായ്ക്കാനും ആ ഫലം നിലനിൽക്കാനുമാണ്. ഒരു കാലഘട്ടത്തിൽ ഒരു പ്രയോജനവുമില്ലാതെ, നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒരു ഗുണവും ഇല്ലാതെ, സമൂഹത്തിന് പ്രയോജനമില്ലാതെ എങ്ങനെയോ നടന്ന നമ്മെ ദൈവം അവിടെ നിന്ന് പറിച്ചെടുത്ത് വേരായവനിൽ കൊണ്ടുവന്ന് ഒട്ടിച്ചു തീർത്തിട്ട് നമ്മെ ദൈവത്തിന് പ്രയോജനമുള്ളതാക്കി തീർത്തെങ്കിൽ, ആ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുകയാണ്, സ്വഭാവത്തിന് വിരോധമായി നല്ല ഒലിവുമരത്തിൽ ഒട്ടിച്ചു എങ്കിൽ സ്വാഭാവിക കൊമ്പുകളായവരെ സ്വന്തമായ ഒലിവുമരത്തിൽ എത്ര അധികമായി ഒട്ടിക്കും. അതിൻ്റെ അർത്ഥം വ്യക്തമായിട്ട് നമുക്കവിടെ ഗ്രഹിക്കാൻ പറ്റും. തള്ളിക്കളഞ്ഞവരെയും ദൈവം ചേർത്ത് പിടിക്കാൻ ശക്തനാണ്. എന്നാൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ, നമ്മോടുള്ള ദൈവത്തിൻ്റെ മനസ്സലിവ്, നമ്മളെവിടെയോ ആയിരുന്നു, എന്നാൽ തള്ളിക്കളയാതെ നമ്മളെ കൊണ്ടുവന്ന് ഈ ഒലിവുമരത്തിനോട് ചേർത്തൊട്ടിച്ചത് നല്ല ഫലം കായ്ക്കാനാണ്. കായ്ക്കുക മാത്രമല്ല, നിലനിൽക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. ജീവിതത്തിനകത്ത് ദൈവം ചെയ്ത ആ മനസ്സലിവും കർത്താവിൻ്റെ കരുണയും ആ ദയൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞിട്ട് ഈ കർത്താവിൻ്റെ വഴിയെ വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.